ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ രാജ്യങ്ങളിലും ദേശങ്ങളിലുമൊക്കെയുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയം നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 69-ാം സങ്കീർത്തനം അതിൻ്റെ 30-ാമത്തെ വാക്യം. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും, അത് യഹോവയ്ക്ക് പ്രസാദകരമല്ലോ എന്ന്. ആമേൻ. 69-ാം സങ്കീർത്തനം ഹല്ലേലൂയ 30-31 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ഈ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും ഒക്കെ നിറയപ്പെട്ടതാണ്. തന്നെ അസ്വസ്ഥമാക്കുന്ന, നിരാശപ്പെടുത്തുന്ന അനവധി സാഹചര്യങ്ങളിലൂടെ സങ്കീർത്തനക്കാരൻ കടന്നുപോയപ്പോഴൊക്കെ തൻ്റെ ജീവിതം നശിപ്പിച്ച് കളയാതെ, നിരാശപ്പെടുത്തി കളയാതെ താൻ ദൈവത്തെ പാടി സ്തുതിക്കുക എന്നുള്ള ഒരു അനുഭവം സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ ഞാൻ ഈ ദൈവവചനം വായിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ മാനസികമായി തകർന്നിരിക്കുന്ന അനവധി സാഹചര്യങ്ങൾ കാണും. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ തരണം ചെയ്യുന്നവരാണ്. അങ്ങനെ വിവിധ പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ തരണം ചെയ്യുമ്പോൾ നിങ്ങൾ കടന്നുപോകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പോലും അഭിമുഖീകരിക്കാൻ കഴിയാതെ പലപ്പോഴും മരിച്ചാൽ മതി എന്ന് പറയുന്ന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അങ്ങനെ കടന്നു വന്ന് ജീവിതം മതിയെന്ന് പറയുന്ന അനവധി ആളുകൾ എന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരോട് മരിക്കാൻ പറയുകയല്ല ചെയ്യുന്നത്, പിന്നെന്താണ് പറയുന്നത്? പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ പതറിപ്പോകാതെ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ നിനക്ക് കഴിയണമെങ്കിൽ ദാവീദിനെ പോലെ പറയണം, ഞാൻ പാട്ടോടെ ദൈവത്തെ സ്തുതിക്കും, അവൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞ് നമ്മൾ ദൈവസനയിൽ നമ്മൾ മുഴങ്കാല് മടക്കുന്നെങ്കിൽ ആമേ സ്തോത്രം. തിരമാലകൾ അടിച്ചുയർന്നു വന്നാലും നിന്നെ തിരമാലകൾക്ക് വിട്ടുകൊടുക്കാതെ നിന്നെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് വ്യക്തമായി പറയുന്ന ചില ദൂതുണ്ട്. നീ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികളെ നേരിടുന്നവളാണ്. പലപ്പോഴും നീ മരണം ആഗ്രഹിച്ച് മുന്നോട്ട് കടന്നു പോവുകയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തെ തകർത്ത് കളയുക എന്നുള്ളതാണ്, തകർത്ത് കളയുക എന്നുള്ളതല്ല. സാത്താൻ്റെ ചിന്ത എന്ന് പറയുന്ന നിന്റെ ജീവിതത്തെ തകർക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവം നിന്റെ ജീവിതത്തെ പണിതെടുക്കുകയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ നീ ദൈവസനയിലേക്ക് സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ വന്ന് നിന്റെ പ്രശ്നങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നെങ്കിൽ ഏത് പ്രതിസന്ധി നിറയപ്പെട്ട പ്രശ്നമായിരുന്നാലും അതിന് മറുപടി നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുക. അപ്പം നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെയാണ് ആയിരിക്കുന്നതെന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് നോക്കുന്നു. അതാണ് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞത്, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും, അത് യഹോവയ്ക്ക് കൊമ്പും കുളമ്പുകളും മൂരിയേക്കാളും പ്രസാദകരമാണെന്ന് ദൈവവചനം പറയുന്നത്. അത് നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ ഭയാനകമായ ഏത് വിഷയത്തിൻ്റെ നടുവിലായിരുന്നാലും ദൈവം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ സ്വർണവും വെള്ളിയും നിങ്ങളുടെ പൊന്നും പണവും ഒന്നുമല്ല, നിങ്ങളുടെ ദശാംശങ്ങളും സ്തോത്രകാഴ്ചകളും ഒന്നുമല്ല. അത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത് നല്ലത്. പക്ഷെ ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. കോടാനുകോടി ദൂതന്മാരും കെരൂബുകളും സാറാബുകളും വിശുദ്ധന്മാരും സ്വർഗത്തിൽ സദാസമയം ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന കർത്താവിനെ ഇന്ന് പകലിനെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും. മനുഷ്യർക്കൊരു പക്ഷേ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയത്തില്ല. അധികാരികൾക്കോ നിയമ സംവിധാനങ്ങൾക്കോ നിന്റെ ഭവനത്തിലുള്ളവർക്കോ നിന്റെ മതങ്ങൾക്കോ നീ നിൽക്കുന്ന സംഘടനകൾക്കോ നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും. നീ ജീവിതത്തിൽ കടന്നു പോകുന്ന കടങ്ങളായിരിക്കാം, കഷ്ടതകളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, ഒരുപക്ഷെ ഒറ്റപ്പെട്ട അനുഭവമായിരിക്കാം, എല്ലാവരാലും നീ ഒറ്റപ്പെട്ട് തളർന്ന് ക്ഷീണിച്ച അനുഭവമായിരിക്കാം. എന്തുമായിരിക്കട്ടെ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദാവീദിനെ പോലെ പാട്ടോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിന്റെ സകല പ്രശ്നങ്ങളിൽ നീ ദൈവത്തോട് അറിയിക്കുമ്പോൾ കർത്താവ് അതിനകത്തൊരു അത്ഭുതം ചെയ്യും. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയട്ടെ,
ദൈവം നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുക. നീ കരഞ്ഞു കലങ്ങിയിരിക്കുന്ന, കരഞ്ഞ ഹൃദയവുമായി മാനസികമായി തകർന്നിരിക്കുന്ന ഹൃദയഭാരങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ പാട്ടോടെ, സ്തുതിയോടെ, സ്തോത്രത്തോടെ കടന്നു വന്നിരുന്ന് നിന്റെ സങ്കടങ്ങൾ കണ്ണുനീരോടെ പറയുമ്പോൾ ഇന്ന് പകൽ ഒരു അത്ഭുതം നടക്കും. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. കാരണം നമ്മുടെ ദൈവം സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ്. നമ്മുടെ എല്ലാം പ്രാർത്ഥനയും അവൻ കേൾക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥന പോലും നമ്മുടെ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല. ഭൂമിയിലെ ഒരു മനുഷ്യന് പോലും ആമേലലിയ കാണുവാൻ കഴിയാത്ത ആമേലലിയ സാഹചര്യങ്ങളെ ദൈവം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും. വേദപുസ്തകം പറയും, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതെ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ ഉറവിടം, അത്ഭുതങ്ങളുടെ കലവറ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയപ്പെട്ടു നിൽക്കുന്ന സ്വർഗത്തിൻ്റെ കവാടം എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. നിന്റെ കരച്ചിലിനെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന മാനസികമായ വ്യതകളെ മറ്റാർക്കും അറിയില്ല. ഒരുപക്ഷെ മറ്റാരോടും പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന വരത്തില്ല. ഒരുപക്ഷെ നിന്റെ വേദനകൾ കേട്ടിട്ട് നിന്നെ പരിഹസിക്കുന്നവരും അത് 4 പേരോട് പറഞ്ഞ് നിന്നെ അപമാനിക്കുന്നവരും ഏറെ കാണും. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ സകല പ്രശ്നങ്ങളും കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് നിന്റെ വിഷയങ്ങളെ നീ കർത്താവിനോട് പറയുന്നെങ്കിൽ അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. രക്തം ചെയ്യം. ഹല്ലേലൂയ. മാർത്തയുടെയും മറിയുടെയും കണ്ണുനീര് തുടയ്ക്കുവാൻ ആമൻ യേശു കല്ലറയ്ക്കൽ വന്നെങ്കിൽ ആമെ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ കല്ലറയിൽ നിന്ന് ജീവനോടെ ഉയർപ്പിച്ച് മാർത്തയ്ക്കും മറിയയ്ക്കും തിരിച്ചു കൊടുത്തൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ നീ എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ ഇഷ്ടമാണ്. ഇസ്രായേൽ ആമേ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർക്ക് വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിപ്പാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം മാറ്റി അവർ മുന്നോട്ട് വരുമ്പോൾ യെരിഹോ എന്ന് പറയുന്ന വലിയ മതിൽക്കെട്ട് അവർക്ക് തടസ്സമായി നിൽക്കുക. ഇന്നത്തെ പോലെ പീരങ്കിയിലോ ബുൾഡോസറുകളോ അല്ലെങ്കിൽ ഹല്ലേലൂയ അതുപോലെ തന്നെയുള്ള മറ്റ് JCB അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അന്ന്. പക്ഷേ ആ വലിയ പടുകൂറ്റം അതിലെ തകർത്ത് ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ കനാനിലേക്ക് പ്രവേശിപ്പാൻ കാരണമായത് ആ യെരിഹോ മതിൽ, ഉയർന്നിരിക്കുന്ന യെരിഹോ മതിലെ തകർത്തത് ആമേ യോശുവയും തന്നോട് കൂടെയുള്ളവരും ആ യെരിഹോ മതിലെ ചുറ്റി പ്രാർത്ഥിച്ച് കാഹള ഊതിയപ്പോൾ എന്ത് ചെയ്തു? ആ പടുകൂറ്റം മതിൽ വീണെന്നുള്ളതാണ്. അത് നിൻ്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക്, നന്മയ്ക്ക്, അനുഗ്രഹത്തിന്, നിൻ്റെ ഭാവിക്ക്, മക്കളുടെ ഭാവിക്ക്, നിൻ്റെ ജോലിക്ക്, നിൻ്റെ വിദ്യാഭ്യാസത്തിന്, നിൻ്റെ നന്മകൾക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന പടുകൂറ്റൻ മതിൽ പോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുക. നീ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ഈ ഭയാനകമായ മതിൽ വീണതുപോലെ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ വീഴും. അതുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാട്ട്. ദാവീദ് പറഞ്ഞാലും ഞാൻ പാട്ടോടെ അല്ലൊരു ആമേ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് പ്രസാദകരമാണെന്ന് പറഞ്ഞ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേൾക്കുന്ന സകല ജനത്തെ ഏൽപ്പിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം, ആശ്വാസം കൊടുക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.